പിന്നെ എനിക്ക് അവിടെ ഏറ്റവും വലിയൊരു ഇതെന്ന് വെച്ചാൽ ഒരു വഴിപാടാണ് അവിടുത്തെ. വാളും ചിലമ്പും എടുത്തിട്ട് ആ അമ്പലം ചുറ്റും നമ്മൾ പ്രദക്ഷിണം ചെയ്ത് ഉള്ളിൽ സമർപ്പിക്കുക. നമ്മൾ മന്ത്രം ജപിക്കണല്ലോ, ഉച്ഛിഷ്ട ചണ്ടാലിനി സുമുഖി ദേവി. അർത്ഥം മനസ്സിലായോ? ഒരു ഭക്തന്റെ ഭക്ഷണം കഴിക്കാൻ, കാരണം ആ അമ്മ ആഗ്രഹിക്കുന്ന സ്നേഹമാണ്, നമ്മൾ കൊടുക്കുന്ന ചോരല്ല. നീ എങ്ങനെയാണ് എന്നെ സ്നേഹിക്കുന്നത് അതുപോലെ എന്നെ സ്നേഹിക്കണം. അപ്പോൾ ഭഗവാൻ ശിവൻ ആ സമയത്ത് പറഞ്ഞൊരു വേർഡ് ഉണ്ട്, ആചാരങ്ങളോ ഒന്നും അല്ല എനിക്ക് ഇമ്പോർട്ടൻ്റ്, നീ മനസ്സറിഞ്ഞ് എന്നെ സ്നേഹിക്കുകയാണെങ്കിൽ അതെനിക്ക് എന്നും കിട്ടണം കൃത്യമായിട്ട്. നമ്മൾ കൊടുക്കുന്ന ചിക്കനും എന്തും ആയിക്കോട്ടെ, സത്യം ശിവം സുന്ദരം. നമ്മൾ നന്മ ചെയ്യുക, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നന്മ കണ്ടെത്തുക. കാരണം വിഷ്ണുമായ ഒരു മെജീഷ്യനാണ്. അത് നിങ്ങൾ കണ്ടറിയുമ്പോൾ മനസ്സിലാവില്ല മെജീഷ്യനെ. നമ്മൾ കൊടുങ്ങല്ലൂരമ്മയുടെ അടുത്ത് നമുക്ക് കിട്ടുന്നൊരു ഊർജ്ജമില്ലേ, അതൊരു നമുക്കറിയാം, ഒരു വലിയൊരു രൗദ്രഭാവമായ ഒരു ചൂടില്ല, അങ്ങനെ ഒരു ഊർജ്ജം നമുക്ക് ശരീരത്തിൽ കിട്ടാറുണ്ട്. പിന്നെ എനിക്ക് അവിടെ ഏറ്റവും വലിയൊരു ഇതെന്ന് വെച്ചാൽ ഒരു വഴിപാടാണ് അവിടുത്തെ. വാളും ചിലമ്പും എടുത്തിട്ട് ആ അമ്പലം ചുറ്റും നമ്മൾ പ്രദക്ഷിണം ചെയ്ത് ഉള്ളിൽ സമർപ്പിക്കുക. അത് ചെയ്യുമ്പോൾ മാത്രം നമുക്ക് അതിൻ്റെ ഊർജ്ജത്തിൻ്റെ ആ ഒരു വില അറിയുള്ളൂ. ചുമ്മാ ഒരു വാളും ചിലമ്പോൾ കൊണ്ടുവെക്കുന്ന ഒരു അവസ്ഥയല്ല അവിടെ. കാരണം ആ വാളും ചിലമ്പോൾ നമ്മൾ അതെടുത്ത് ആ പരിസരത്തിലൂടെ പ്രദക്ഷിണം ചെയ്ത്, ദേവി നാമജപത്തിലൂടെ പ്രദക്ഷിണം ചെയ്ത് നടക്കെ അത് സമർപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഊർജ്ജമുണ്ട്. അത് അറിയിക്കാൻ പറ്റില്ല. അത് ചെയ്ത് നോക്കണം ആ വഴിപാട്. എനിക്കൊന്ന് പലർക്കും അത് വഴിപാട് ചെയ്യാൻ മടിയാണ്. കാരണം വാലും ചെല്ലുമ്പോ അയ്യോ, ഇത് കാണുമ്പോൾ തന്നെ കുറെ സമൂഹത്തിന് നാണക്കേടും ഇതൊക്കെ ഉണ്ട്. ഇപ്പോ ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം കൂടി ഉണ്ട്, അതൊന്ന് പറഞ്ഞു തീർക്കണം. കാരണം എൻ്റെ തിരുമേനി പൂജ നിർത്തിയില്ലേ, എന്തോ ചോറ് എന്തോ പറഞ്ഞെന്ന്. ആ സമയത്ത് സംഭവിച്ചൊരു കാര്യമുണ്ട്. തിരുമേനിയോട് ചോദിച്ചു, ഞാൻ അപ്പോൾ ആ കാര്യം പറഞ്ഞു. ഞാൻ ദേവിക്ക് ചോറ് കൊടുക്കാറുണ്ട്, എൻ്റെ ഭക്ഷണത്തിൻ്റെ പാതി കൃത്യമായിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ തിരുമേനി അപ്പം പറഞ്ഞു, നീ എത്രയും പെട്ടെന്ന് ആ ചോറ് എടുത്തു കൊടുക്കുക. നീ എങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പോൾ അവിടെ നോക്കണം, ആ ചോറ് കഴിച്ചത് കുഞ്ഞുകുട്ടികളാണ്. ദേവി അയാളെ തോന്നിപ്പിച്ചെന്താണ്, ആ ചോറിന് എടുത്ത് കൊടുക്കാൻ. നമ്മൾ മന്ത്രം ജപിക്കണല്ലോ, ഉച്ഛിഷ്ട ചണ്ടാലിനി സുമുഖി ദേവി. അർത്ഥം മനസ്സിലായോ? ഒരു ഭക്തന്റെ ഭക്ഷണം കഴിക്കാൻ, കാരണം ആ അമ്മ ആഗ്രഹിക്കുന്ന സ്നേഹമാണ്, നമ്മൾ കൊടുക്കുന്ന ചോരല്ല. നീ എങ്ങനെയാണ് എന്നെ സ്നേഹിക്കുന്നത് അതുപോലെ എന്നെ സ്നേഹിക്കണം. ആചാരങ്ങളോ ഒന്നും അല്ല എനിക്ക് ഇമ്പോർട്ടൻ്റ്, നീ മനസ്സറിഞ്ഞ് എന്നെ സ്നേഹിക്കുകയാണെങ്കിൽ അതെനിക്ക് എന്നും കിട്ടണം കൃത്യമായിട്ട്. നമ്മൾ കൊടുക്കുന്ന ചിക്കനും എന്തും ആയിക്കോട്ടെ. നമ്മൾ പുരാണത്തിൽ തന്നെ കേട്ടിട്ടില്ലേ, ഒരു കാട്ടാളൻ ആളുടെ നിവേദ്യം, ആള് ഭക്ഷണം കഴിക്കുന്നതാണ് വേട്ടയാടി കിട്ടുന്ന ഇറച്ചി, അപ്പൊ അത് ദൈവത്തിന് വെക്കുന്നു. ആളുടെ ഇഷ്ടമാണ് വെച്ചത്. ഇത് എങ്ങനെയാ വെക്കണമെന്ന് അറിയില്ല. അപ്പൊ ആളുടെ മനസ്സറിഞ്ഞ് ആൾക്ക് എന്തൊക്കെയാ ചെയ്യാൻ പറ്റുമോ അതുപോലെ ആള് ചെയ്യുന്നു. അപ്പോൾ ഒരു സന്യാസി വന്നിട്ട്, ഒരു പൂജാരി വന്നിട്ട് ചോദിച്ചു, എൻ്റെ വഴിപാട് ഇതേപോലെ സ്വീകരിക്കുന്നല്ലോ, ഇത് കൃത്യമായിട്ട് അവിടെ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ ശിവൻ ആ സമയത്ത് പറഞ്ഞൊരു വേർഡ് ഉണ്ട്, അവൻ റൂൾസോ ആചാരങ്ങളോ അല്ല നോക്കുന്നത്, വിധി തന്ത്രങ്ങളോ ഒന്നും അല്ല നോക്കുന്നത്, അവൻ്റെ ഉള്ളിലെ സ്നേഹം, പ്രണയം എന്നോടല്ല, ഞാൻ അതാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ചോറും ഇതൊക്കെ കൂട്ടി കൊടുക്കുമ്പോൾ ആള് സ്വീകരിക്കുന്ന അമ്മ സ്നേഹം കണ്ടോ, അവൻ്റെ ആ ഒരു ഉള്ളിലത്തെ അകമറിഞ്ഞുള്ള സ്നേഹം. ഞാൻ ഒരു കാര്യം പറ്റും, ഞാൻ വിഷ്ണുമായുടെ ഒരു കാര്യം കൊണ്ട് എനിക്ക് പറയണ്ടോ. ചിലർ വിഷ്ണുമായനെ തൊഴുതിട്ട് പറയും ഒരു റിസൾട്ട് ഇല്ലെന്ന്. അത് കാരണം എന്താമോ, നമ്മളൊരു പൂജ ചെയ്ത് പൈസ കൊടുത്തിട്ട് എല്ലാം എന്ന ചിന്താഗതി ഒരിക്കലല്ല. ആ മൂർത്തിക്ക് നമ്മളോടുള്ള ഒരു സ്നേഹം തോന്നണം. അതല്ല ഇവിടെ സംഭവിക്കുന്നത്. ഞാനവിടെ ഒരു 11 ദിവസം പൂജ ചെയ്തു, ഒരു റിസൾട്ട് ഉണ്ടായില്ല, വെറുതെ മറ്റുള്ളവരുടെ വാക്കായിട്ട് പോയി. പക്ഷെ ഓൺ സ്പോട്ട് ചില ആൾക്കാർക്ക് ആ ഫീൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ കൊടകരയിൽ തന്നെ ഈ വിഷ്ണുമായനെ അറിഞ്ഞ സമയത്ത്, ഒരു കൗമാര പ്രായത്ത് വിഷ്ണുമായ ചൈതന്യത്തെ കുറിച്ച് അറിഞ്ഞ ആ സമയത്ത് ഞാൻ പലരോടും ചോദിക്കാറുണ്ട് വിഷ്ണുമായനെ കുറിച്ച്. അപ്പോൾ ഒരു ഓട്ടോറിക്ഷക്കാരനോട് പറഞ്ഞ ഒരു കഥയാണ്. ആൾ ഗൾഫിൽ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്താലും ഇനി ജീവിതം രക്ഷപ്പെടില്ല, ഞാൻ ഗൾഫിൽ പോകാൻ വേണ്ടി. അങ്ങനെ വിഷ്ണുമായനെ അവിടെ പോയിട്ട് പൂജ ചെയ്തു, അവിടെ നിന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു. ആ ഉള്ള നിമിഷത്തിൽ ആള് ഉള്ള മനസ്സിന്റെ ഉള്ളിൽ നിന്ന് കൊടുത്തൊരു സ്നേഹമുണ്ട്, ജീവിതത്തിൽ എല്ലാം കഴിഞ്ഞ് എനിക്ക് ഇനി അങ്ങ് മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ.
ആ ഓൺ സ്പോട്ട് ഒരു എനിക്ക് തോന്നുന്നു ആളാ പ്രാർത്ഥിച്ച ഒരു വിത്തിൻ ദിവസങ്ങൾക്കുള്ളിൽ പിറ്റേ ദിവസം രാവിലെ ഒരു ദിവസം രാവിലെ അയാളുടെ അമ്മാവൻ വന്നു. ഒരു പിഷ്കുള്ളൊരു അമ്മാവൻ അയാളുടെ ഓട്ടോറിക്ഷ ഇയാൾക്ക് കൊടുത്തു. അയാൾ ഇന്ന് ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്നു. ഏത് ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് വരെ അറിയാത്തൊരവസ്ഥ. അയാൾ ദുബായ് എന്തെങ്കിലും എവിടെയെങ്കിലും പോകണം, ഇനി രക്ഷപ്പെടില്ല, ഇനി ഇവിടെ ഒന്നും രക്ഷപ്പെടില്ല, എൻ്റെ ജീവിതം അധോഗതിയായ നിന്ന മനുഷ്യൻ്റെ മുമ്പിലേക്ക് ഒരു പിഷ്കായ ഒരു അമ്മാവൻ കയറി വന്നിട്ട് അയാളുടെ ഓട്ടോറിക്ഷ ഇയാൾക്ക് കൊടുത്തു. ഇത് എന്നോട് പറഞ്ഞ അനുഭവമാണ് ഒരാളുടെ. ഇതേപോലെ പലർക്കും ഇതേപോലെ അനുഭവങ്ങൾ തോന്നിയിട്ടുണ്ട്. അതായത് ഒരിക്കലും തരുമെന്ന് പ്രതീക്ഷിക്കാത്ത ഒരാളാണ് ഒന്ന് ഓട്ടോ കൊടുക്കുന്നത്, ഫിസിക്കായിട്ടുള്ള ഒരാൾ. അപ്പൊ ഇതേപോലെ പലതും സംഭവിക്കുന്നുണ്ട്. ഇപ്പോ പലതും ഉണ്ടല്ലോ. ഇപ്പൊ ഒരാൾ എന്നോട് ദേഷ്യപ്പെട്ടിരിക്കുകയാണ്, വിഷ്ണുമായ ആ ദേഷ്യം മാറ്റി സ്നേഹത്തിലെത്തിക്കും. കാരണം വിഷ്ണുമായ ഒരു മെജീഷ്യനാണ്. അത് നിങ്ങൾ കണ്ടറിയുമ്പോൾ മനസ്സിലാവില്ല മെജീഷ്യനെ. അതുകൊണ്ടായിരിക്കും കളികാല ശക്തി എന്ന് പറയുന്നതും. അപ്പോൾ ഈ ചിലരെന്ന് വെച്ചാൽ ഉള്ളിൽ നിന്ന് തൊഴാതെ ഉള്ളിൽ അറിഞ്ഞു തൊഴണം, അല്ലെങ്കിൽ ഉള്ളിൽ അറിഞ്ഞ് ജപിക്കണം. ആ ചൈതന്യത്തെ സ്നേഹിക്കാൻ ശ്രമിക്കണം. അപ്പോൾ ആ ചൈതന്യം തിരിച്ച് സ്നേഹിക്കും. അല്ലാതെ ഒരിക്കലും ഒരു റിസൾട്ട് ഉണ്ടാവില്ല. അല്ല, ഈ അങ്ങ് പറയുന്ന പോലെ ഈ പല ആളുകളും ഇപ്പം വിഷ്ണുമായ സ്വാമിയുടെ അടുത്തായാലും ഏത് ഭഗവാന്റെ അടുത്തായാലും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പോവുകയും അതിനുവേണ്ടി മാത്രം വഴിപാട് കഴിക്കുകയും അതൊരു യാന്ത്രികമായി പോവുകയും ചെയ്യുമ്പോഴുള്ള പ്രശ്നമല്ലേ അങ്ങ് പറഞ്ഞു വരുന്നത്? ആ സത്യം. നമ്മൾ ഏത് മൂർത്തിയുടെ അടുത്ത് എത്തിയാലും ആ മൂർത്തിയെ നമ്മൾ സ്നേഹിക്കണം. അതിന് നമ്മുടെ കൂടെ നമ്മുടെ അമ്മയായിട്ടോ നമ്മുടെ സ്വന്തമായിട്ടോ സ്നേഹിക്കണം. ഇതങ്ങനെയല്ല. നമുക്ക് നമ്മളൊരു MLA-യുടെ അടുത്തോ കാര്യങ്ങൾ പറയില്ലേ, അതേ രീതിയിലാണ് ഇന്ന് ആൾക്കാർ ദൈവത്തിൻ്റെ അടുത്ത് പോയി പറയുന്നത്. ദൈവം ഈ ആവശ്യങ്ങൾ ചെയ്തു തരുന്ന ഒരു വ്യക്തിയല്ല. ഈ ചിന്താഗതി മാറ്റേണ്ട സമയമായി. കാരണം നമ്മുടെ ഉപാസകമൂർത്തി നെഞ്ച് തുറന്ന്, ഞാൻ ഹനുമാൻ സ്വാമിയല്ലേ, ആളെങ്ങനെയാണ് കാണിച്ചത് ശ്രീരാമനെ? നെഞ്ച് തുറന്ന്. കാരണം ആളുടെ ഉള്ളിൽ സത്യത്തെ അവിടെ രാമനെ കണ്ടിട്ടുണ്ടാവില്ല, നമ്മൾ യുക്തിപരമായി ചിന്തിച്ചാൽ. പക്ഷെ ആളുടെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത് മൂർത്തി. അപ്പൊ ആരെന്ത് പറഞ്ഞാലും ആൾക്ക് കൊള്ളും. കാരണം വെച്ചാൽ രാമൻ ഹനുമാന്റെ ഉള്ളിലാണ്. ഇതായിരിക്കണം ഓരോ ഭക്തനും. യഥാർത്ഥ ഭക്തൻ ഹനുമാനാണ്. രാമനെ ഇത്രയും അധികം സ്നേഹിച്ച് വേറെ ആരുമില്ല. അപ്പൊ അത് തന്നെയാണ് നമുക്ക് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്. നമ്മളൊരു ദൈവത്തെ സ്നേഹിക്കുമ്പോൾ മനസ്സറിഞ്ഞ് സ്നേഹിക്കുക. പിന്നെ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിന് അറിയാം. പിന്നെ ഞാനൊരിക്കൽ എൻ്റെ കൺമുമ്പിൽ വരുന്ന ഒരാളോട് ഞാൻ പറയില്ല, ഒരു ദൈവം ഒരു കാര്യം സാധിപ്പിച്ചു തരുന്ന ഒരു വ്യക്തിയല്ല. നമ്മളുടെ ജീവിതത്തിൽ പോസിറ്റീവ് ആവാൻ, നമുക്ക് പോസിറ്റീവ് കാര്യം സംഭവിക്കാൻ, നമ്മളെ പോസിറ്റീവ് ഊർജത്തിൽ എത്തിക്കാൻ സ്പിരിച്വാലിറ്റികളുടെ കഴിയും. അല്ലാതെ ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി മാത്രം അമ്പലത്തിന് പോകരുത്, വഴിപാട് കഴിക്കരുത്. അതെന്തിനാ? അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ കഴിഞ്ഞു ഒന്നുമില്ല. നമ്മൾ സ്നേഹിക്കേണ്ട ആ ഉപാസബോധം കണ്ടറിഞ്ഞ് സ്നേഹിച്ചാൽ ആളും കണ്ടറിഞ്ഞ് തിരിച്ച് സ്നേഹിക്കാം. നമുക്ക് വിശ്വാസത്തിന്റെ ഭാഷയിൽ അങ്ങനെ പറയാം. ഇല്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെ ലൈഫിലൊരു പോസിറ്റീവ് സംഭവിക്കാം. അപ്പോൾ അങ്ങനെ എൻ്റെ വിഷ്ണുമായയിലൂടെ കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞ പോലെ ശിവമയത്തിലോട് എത്തി. കാരണം അതും എനിക്ക് വേണമായിരുന്നു. ഇതേപോലെ തന്നെ ഞാൻ അയ്യപ്പനെയും എനിക്കൊരു കാലഘട്ടത്ത് ഞാൻ ശബരിമല ഞാൻ തുടർച്ചയായിട്ട് പോയിട്ടുണ്ട്. ഞാൻ ഒരു 18 വർഷത്തിൻ്റെ അടുത്ത് ഞാൻ ഫുള്ളായിട്ട് പോയിട്ടുണ്ട്. സത്യം ആ സമയത്തും ഞാൻ പോകുന്ന ആ സമയത്ത് എൻ്റെ ഉള്ളിൽ എനിക്ക് ഭയങ്കരമായിട്ട് അയ്യപ്പൻ്റെ ഫീലാണ്. കാരണം അതിന് ചൈതന്യത്തെ കണ്ട് അവിടെ നിന്ന് എനിക്ക് തിരിച്ചിറങ്ങാൻ തോന്നില്ല. ശബരിമല പോയി ആർക്കും തോന്നില്ല തിരിച്ചിറങ്ങാൻ. കാരണം അവിടെ എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇതുണ്ട്, വൈബുണ്ട്. എല്ലാം അവിടെ തന്നെയാണെന്ന അവസ്ഥ. കാരണം ജീവിതം എല്ലാം അവിടെ നമ്മൾ അർപ്പിക്കാണ്. കാരണം ആ 41 ദിവസം വ്രതം എടുക്കുമ്പോൾ നമ്മൾ അതേ രീതിയിൽ വ്രതം എടുക്കണം. പലരും അങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മൾ ആ പായയിൽ കിടന്ന് ഒരു മാക്സിമം നമുക്ക് എത്രത്തോളം അങ്ങനെ ചെയ്യാൻ പറ്റുമോ, ചെരുപ്പില്ലാതെ നടന്ന് ഒരു സാധാരണ വ്യക്തിയെ പോലെ നടന്ന് 41 ദിവസം വ്രതത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മളവിടെ എത്തുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഇതുണ്ട്. എല്ലാം ആ ചൈതന്യം തന്നെ. അപ്പോൾ ഒരു ദിവസം എനിക്കൊന്ന് സംഭവം ഉണ്ടായിരുന്നു. എനിക്ക് അറിവുള്ളൊരു പോലീസുകാരൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആളെ വിളിച്ചിരുന്നു.
പെട്ടെന്ന് ക്യൂവിന്ന് ഇനി 4 മണിയാകുമ്പോൾ നട തുറക്കുള്ളൂ. അപ്പോൾ 2 മണിയായപ്പോൾ പെട്ടു. അപ്പോൾ കൂടുതലുള്ളവർക്ക് വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞാൻ ഈ പോലീസുകാരനെ വിളിച്ചിരുന്നു. അപ്പോൾ ആള് വയ്യാത്ത ആളോടും തോൽപ്പിക്കാമെന്ന് പറഞ്ഞു, കുഴപ്പമില്ല. പക്ഷേ ആളവിടെ ഇല്ല, വേറൊരു ആളാണ് അവിടെ ഉള്ളത്. ആള് ലീവിനും ആലപ്പുഴ പോയി. അപ്പോൾ ഞാൻ ആളെ കോണ്ടാക്ട് ചെയ്തപ്പോൾ ആളും അന്ന് ആളെ ഇറങ്ങിയെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ആള് ആ സമയത്ത് തിരിച്ചിറങ്ങി. ഞാൻ അവിടെ പോയപ്പോൾ ഞാൻ അവിടെ ഇറങ്ങിയെന്നാണ് അറിഞ്ഞത്. പക്ഷെ എനിക്ക് അവിടെ പോയപ്പോൾ കൃത്യമായിട്ട് ആ പോലീസ് കൺട്രോൾ റൂമിൽ എത്തിയപ്പോൾ ഇങ്ങനൊരു വ്യക്തി എൻ്റെ അടുത്ത് വന്നു. ആലപ്പുഴ നിന്റെ കൂട്ടുകാരൻ്റെ ഫ്രണ്ടാണ്, പറഞ്ഞിട്ട് വന്നാണ്, നിങ്ങൾക്ക് തോയണ്ടേ, വാ എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. എന്നെ കൈ പിടിച്ച് മുകളിലേക്ക് എത്തിച്ചു. എന്നെ ആ സമയത്ത് എല്ലാവരും പറഞ്ഞു വേണ്ട, നമുക്കിനി തിരിച്ച് ക്യൂ നിൽക്കാം. പക്ഷെ എനിക്ക് എന്ത് വന്നാലും വയ്യാത്ത അവസ്ഥകളിൽ പ്രശ്നം ഉണ്ടായിരുന്നു. എനിക്ക് എന്ത് വന്നാലും തൊയ്തപ്പെട്ടു, ഈ വയ്യാത്ത ആളെ തോൽപ്പിച്ചേ പെട്ടു. എനിക്ക് അയ്യപ്പനെ കണ്ടേ പെട്ടു. കൃത്യമായിട്ട് ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് എന്നെ തോൽപ്പിച്ചിറക്കി. പക്ഷെ ആളെ പിന്നെ ഞാൻ കണ്ടില്ല. ഇല്ല, ഞാൻ പോലീസ് കൺട്രോൾ റൂമിൽ അന്വേഷിച്ചു, ആ ഒരു വ്യക്തി ഇല്ല അവിടെ. പക്ഷെ ആ ഒരു വ്യക്തി ഞാൻ മാത്രമേ കണ്ടുന്ന ഒരു അവസ്ഥയുണ്ട്. എനിക്കും അറിയില്ല എന്താ സംഭവം എന്ന്. എനിക്ക് കഥ കൃത്യമായിട്ട് പറഞ്ഞു. ഇങ്ങനെ ഒരു കഥയാണ് ഉണ്ടായത്. നമ്മളൊരു 15 വർഷങ്ങൾക്ക് മുമ്പോ ആ സമയത്തൊക്കെ നടന്നൊരു കഥയാണ്. അത് ചെറിയൊരു കൺട്രോൾ റൂമിൽ അന്വേഷിച്ചിട്ട് പിന്നെ കണ്ടെത്താൻ പറ്റില്ല. അപ്പൊ അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. കാരണം അങ്ങനെ ഒരു വ്യക്തി അവിടെ ഇല്ലെന്ന് അറിഞ്ഞു, പക്ഷെ ആ വ്യക്തി സഹായിച്ചും ചെയ്തു. അങ്ങനെ എന്തോ സംഭവം എൻ്റെ ലൈഫിൽ ആ സമയത്ത് നടന്നു. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞത്, മനുഷ്യരിലൂടെ തന്നെയായിരിക്കും സഹായങ്ങൾ ഉണ്ടാവുന്നത്. അതിപ്പോൾ ഞാൻ പറഞ്ഞ കഴിഞ്ഞ എപ്പിസോഡുകൾ പറഞ്ഞ പോലെ സത്യം ശിവം സുന്ദരം. നമ്മൾ നന്മ ചെയ്യുക, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നന്മ കണ്ടെത്തുക, അത്രേ ഉള്ളൂ. പിന്നെ ഇനി ഞാൻ എൻ്റെ കഥയിലേക്ക് കിടക്കട്ടെ. തീർച്ചയായിട്ടും. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഇപ്പോൾ 15 എന്ന് ചിന്തിച്ചാൽ നമ്മളൊരു 13ാമത്തെ വർഷം. ആ വർഷം തീരുമാനങ്ങൾ എടുക്കുന്നു. 13 ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു, 4 പേരെ വിളിച്ച് പുറത്തോട്ട് ഞാൻ ജസ്റ്റ് അറിയിച്ചു. പിന്നത്തെ വർഷം എൻ്റെ പള്ളത്ത് കുടുംബമാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ 3 ഫാമിലിയേ ഉള്ളൂ. അപ്പോൾ എനിക്കറിയാം കുട്ടിക്കാലത്ത് തന്നെ വേറൊരു 12 കുടുംബം ഉണ്ടെന്ന്. അവരോട് ഞാൻ സംസാരിക്കാൻ പോയി, ഞാനിങ്ങനെ ചെയ്തു. അപ്പോൾ അവരെന്നോട് ഒരു കാര്യം പറഞ്ഞു. അവർ ഓൾറെഡി പൂജ ചെയ്ത് തുടങ്ങി. അവരുടെ വീട്ടിൽ 3 പീഠങ്ങളുണ്ടായിരുന്നു. അത് അവർക്ക് എന്താണെന്ന് അറിയാത്തതുകൊണ്ട് അവർ ഈ ഓണത്തിൻ്റെ സമയത്ത് മുത്തി അതേപോലെ വെക്കാറുണ്ട്. എന്ത് സംഭവം ഒരു 3 മരക്കഷ്ണമായിട്ട് അവർ ചിന്തിച്ചുള്ളൂ. അപ്പൊ അവരുടെ വീട്ടിൽ പ്രശ്നങ്ങൾ സമയത്ത് ഒരു 3 വർഷമായിട്ടാണ്, 3 വർഷത്തിന്റെ ഇടയിൽ അവർ പ്രശ്നം വെക്കാൻ തുടങ്ങി. ഇതേപോലെ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളാൽ പ്രശ്നം വെക്കാൻ തുടങ്ങി. പ്രശ്നം വെച്ചപ്പോ അവർ പറഞ്ഞു, ഈ ഇവിടെ ഇരിക്കുന്ന എന്തോ ഒരു സംഭവം ഉണ്ട്, അപ്പൊ ഇവിടെ എന്തെങ്കിലും ഇരിക്കുന്നുണ്ടോ ചോദിച്ചു. അപ്പൊ അവർ ആ 3 പീഠ കൊണ്ടുവന്നു. എന്നിട്ട് അവർ പറഞ്ഞു, നിങ്ങളുടെ മെയിൻ മൂർത്തിയുടെ പീഠ ഇവിടെ ഇല്ല, പിന്നെ നിങ്ങളുടെ ഇത് ആരോ പൂജിക്കുന്നുണ്ട്, എവിടെയോ നിങ്ങൾക്ക് വേണ്ടി പൂജ തുടങ്ങിയിട്ടുണ്ട്, നിങ്ങളെ ഈ കുലദൈവത്തെ ആരോ പൂജിക്കുന്നുണ്ട് എവിടെയോ. കാരണം അവരും ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ അകൽച്ചയില്ല, കണക്ഷൻ ഇല്ല, വർഷങ്ങളായിട്ട് അകൽച്ചയായി. അമ്മൂമ്മ ജനിച്ച സമയത്ത് അവർക്ക് എൻ്റെ അമ്മയ്ക്കൊക്കെ അറിയാം. ഇപ്പൊ ഈ സമയത്തൊക്കെ എന്നോട് എനിക്ക് മെസ്സേജ് അയച്ചു, എൻ്റെ കളിക്കൂട്ടുകാരിയാണ് നിന്റെ അമ്മ രാജി, പിന്നെ എൻ്റെ ചിട്ട രാധ. അപ്പോ ആ സ്നേഹം ഞാൻ ഇപ്പൊ വീണ്ടും തിരിച്ചു കൊണ്ടുവരാണ് ഇതിലൂടെ. അപ്പോ അന്ന് അവരോട് പ്രശ്നം വെക്കുന്ന ആൾ പറഞ്ഞു, എവിടെയോ ഉണ്ട്, പൂജ തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ അവർക്ക് അറിയില്ല. അപ്പൊ അവർക്ക് നിലവിലുള്ള പീഠങ്ങൾ വെച്ചും അവർ പൂജ ചെയ്ത് തുടങ്ങി. അങ്ങനെ അവരുടെ പൂജ കഴിഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അവരെ കണ്ടത്. അവരോട് പറഞ്ഞു, ഞാനിങ്ങനെ ചെയ്തു, 15 ഇത്രയും വർഷം ഞാൻ രഹസ്യമായിട്ട് ചെയ്ത്, പക്ഷെ എനിക്ക് ഇന്ന് നിങ്ങളോട് പറയണമെന്ന് തോന്നി, എൻ്റെ മനസ്സ് പറയുന്നുണ്ട് നിങ്ങളോട് പറയണമെന്ന്. ഞാൻ നിങ്ങളെല്ലാവരും ക്ഷണിക്കാണ് എൻ്റെ തിരുവുത്സവത്തിന് വരാൻ വേണ്ടി. അങ്ങനെ അവരും എൻ്റെ കൂടെ വന്നു തുടങ്ങിയപ്പോൾ. ഇപ്പോൾ കഴിഞ്ഞ തിരുവുത്സവത്തിന് ആകെ ആ കുടുംബത്തിൽ നിന്ന് 3 പേരാണ് വന്നത്. ഇത്തവണ 11 പേരായി.
അപ്പൊ അത്രേ ആ 12 കുടുംബത്തിലെ എല്ലാവരും എന്നെ തിരിച്ചറിയാൻ തുടങ്ങി, അവരും എന്നെ സ്നേഹിക്കാൻ തുടങ്ങി. ഇന്ന് ഈ ഒരു ലാസ്റ്റ് എത്തിയപ്പോ, ക്ലൈമാക്സിൽ എത്തിയപ്പോ എന്റെ ജീവിതത്തിന്റെ അതായത് കണക്ഷൻ ഇല്ലാതെ പോയ കുടുംബങ്ങളെ ആകെ ഒന്നിച്ചു ഒന്നിപ്പിച്ചു. അപ്പൊ അവർക്ക് ആ പൂജക്ക് വന്നപ്പോ എല്ലാവരും ഇത് വിജയേട്ടനറിയോ, കുട്ടിക്കാലത്ത് ഞങ്ങൾ കളിച്ചാണ്. അപ്പൊ അവർക്ക് ആ കുട്ടിക്കാലത്ത് കളിച്ച കളിക്കൂട്ടുകാരെ എല്ലാവരും തിരിച്ചു കിട്ടിയ അവസ്ഥയായിരുന്നു. ഒരു കൂട്ടുകുടുംബമായി. ഇപ്പൊ എനിക്ക് കുറെ ചേട്ടന്മാരായി. രാജേഷ് ഏട്ടൻ, സന്ദീപ് ഏട്ടൻ, പിന്നെ കുറെ അമ്മായിമാരായി, ശിവൻ ചേട്ടൻ, അങ്ങനെ ഒരുപാട് അമ്മാവന്മാരെ എനിക്ക് കിട്ടി. അത് ആ കൂട്ടുകുടുംബ വ്യവസ്ഥ ഞാൻ തേടിപ്പോയി. ഇല്ല, എനിക്കത് കിട്ടുമായിരുന്നില്ല. ഇന്ന് എനിക്ക് ഒറ്റയാളല്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഒരു വലിയൊരു പള്ളത്ത് കുടുംബം ഇന്ന് എൻ്റെ കൂടെ ഉണ്ട്.